അക്ഷയ് 65 ദിവസങ്ങൾ 10,000-ലധികം കിലോമീറ്ററുകൾ ഓടി ഒരുപാട് സംസ്ഥാനങ്ങളിലോടി നമ്മൾ ഇന്ത്യയുടെ കൾച്ചറും ഇന്ത്യയുടെ ഫുഡും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഈ യാത്ര ഗ്രേറ്റ് ഇന്ത്യൻ ലൂപ്പ് 65 ദിവസങ്ങൾക്കപ്പുറം ഇപ്പം നമ്മൾ വീണ്ടും തിരിച്ച് ഫ്ലാഗ് ഓഫ് ചെയ്ത വാടേറ്റിൽ തന്നെ എത്തിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? എക്സ്പീരിയൻസ് ഇതുപോലുള്ളൊരു യാത്ര ഇതുപോലെ നമുക്ക് എന്തായാലും പോകാൻ ഒരിക്കലും കഴിയില്ല, സാധ്യമല്ല. അത് ഉറപ്പാണ്. നമ്മൾ ഈ വരുമ്പോൾ കുറേ ഇത് വൺസിന്റെ ഒരു ലൈഫ് ടൈം സാധനമായിരുന്നു. അതെ അതെ, കാരണം പ്ലാനൊന്നും ഇല്ലാതെ പക്ഷേ പ്രിപ്പയർഡാണ്, ലക്ഷ്യങ്ങളുണ്ട്. ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രിപ്പ് നടക്കുന്നത് ശരിക്കും നമ്മളൊരു ഡോക്യുമെന്റേഷൻ വർക്കിന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു. ആദ്യം തന്നെ അതിന് ഷഫ്രിൻ, അതുപോലെ അവരുടെ UK ലിവർപൂളിൽ ഉള്ള ഇക്കായ്സ് എന്നുള്ള റെസ്റ്റോറൻറ്റ് കോഴിക്കോടായിരുന്നു അവർ ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ വർഷങ്ങളായിട്ട് ദുബായിലുണ്ട്. ഇപ്പോൾ UK വരുന്നതാണ്. അപ്പോൾ അവരുടെ ഇന്ത്യൻ ക്യുസീനു വേണ്ടിയിട്ടുള്ള ഹോൾ ഇന്ത്യയുടെ ഒരു ഫുഡും കൾച്ചറും ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വലിയൊരു നന്ദി, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്കും തന്നതിൽ. അപ്പോൾ അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഗ്രേറ്റ് ഇന്ത്യൻ ലൂപ്പ് എന്നുള്ള നമ്മളെ ക്യാമ്പയിനും അടിപൊളിയായിട്ട് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റി. നല്ല വൃത്തിക്ക് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതിന് വെരി ഗ്രേറ്റ്ഫുൾ ഫോർ എവ്രി വൺ ഹു ഹെൽപ്ഡ് അസ്. ഇനസ്കാൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും, ഈ വണ്ടി ഒരു പഞ്ചർ പോലും ഇല്ലാതെ ഒരു വഴിയിൽ ഒരു കുടുങ്ങൽ വരെ ഇല്ലാതെ നമ്മൾ എത്രയും ദിവസം അതിനു വേണ്ടിയിട്ട് ആ വണ്ടി 5 ദിവസം കൂടെ എത്രയും സെറ്റാക്കി പ്രിപ്പയർ ചെയ്ത് തന്ന നമ്മളെ ടീമുണ്ട്, രഞ്ജുവും ശ്രീത്തൊക്കെ. ഓരോ സമയത്തും നമ്മൾ അവരെല്ലാ ദിവസവും വിളിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വീഡിയോ കോളിൽ എടുക്കുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ ഗേജുകൾ നോക്കുന്നത്, കാര്യങ്ങൾ എല്ലാം അല്ല എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ പീരിയോഡിക്കായിട്ട് ഓരോ സ്ഥലത്തു നിന്നുള്ള സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ്. അല്ലാതെ വെറുതെ ഒരു വണ്ടി എടുത്ത് അങ്ങ് പോയിട്ട് അതൊരു ഭാഗ്യമാണ്, അതൊന്നല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ വൃത്തിക്ക് ചെയ്യണം. അത് ചെയ്തുകൊണ്ടൊക്കെ തന്നെ നമുക്കൊരു കുഴപ്പമില്ലാതെ ഓരോ രീതിയിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ എന്ത് സെറ്റിംഗ്സിൽ വെക്കണം, താഴെ ഓടുമ്പോൾ എങ്ങനെ ഓടണം, ടയറിന്റെ പ്രഷർ ഏത് ലെവലിൽ എങ്ങനെ ആക്കണം, അതൊക്കെ ഓരോ ടൈമിലും അതിനനുസരിച്ച് തന്നെ നമുക്ക് ഗൈഡ് ചെയ്യാൻ ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഇത്രയും സെറ്റായിട്ട് ഇവിടെ എത്തിയത്. പിന്നെ നമ്മളെ പോയ വഴികൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സാധാരണ പോകാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കാശ്മീർ എന്ന് പറഞ്ഞിട്ടോ ഒരു ബോർഡും വെച്ച് നേരെ ഹൈവേ കൂടെ. പക്ഷെ നമ്മളുടെ ലക്ഷ്യം ഈ പറഞ്ഞ പോലെ തന്നെ കൾച്ചറും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യലായതുകൊണ്ട് അത് ഹൈവേ പിടിച്ചല്ല ഇന്ന് ഇന്ത്യനെ കാണാൻ പറ്റില്ല. പിന്നെ അതിനൊരു പ്രത്യേകതര റൂട്ടീനും ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ഒരു സിറ്റിയിൽ രാവിലെ എത്തുകയാണെങ്കിൽ ഒരു 7 മണിക്ക് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യും. അതെ, നമ്മൾ സിറ്റിക്ക് വാക്കിനിറങ്ങും. പിന്നെ ആ സ്ഥലത്തിന്റെ ആ നാട്ടുകാരുടെ ഒരു അറിയണമെന്നുണ്ടെങ്കിൽ രാവിലെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ മതി. അവിടെ എന്താണ് നടക്കുന്നത്, എങ്ങനെയൊക്കെയാണെന്നില്ല അറിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു കാര്യങ്ങൾ കിട്ടും. എന്നിട്ട് അങ്ങനെ നമ്മൾ പകല് ഫുള്ള് ഡ്രൈവും കാര്യങ്ങളുമായി, നൈറ്റ് നമ്മൾ അധികം ഡ്രൈവ് എടുത്തില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു കുഴപ്പമില്ലാതെ, ശരീരത്തിനാണെന്നുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാതെ, കുറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് 1-2 ത്രോട്ട് പ്രശ്നങ്ങളല്ലാതെ വേറെ ഒരു കുഴപ്പവും നമുക്കിതുവരെ നേരിട്ടിട്ടുമില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് പോയത് കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നേരെ തമിഴ്നാട് ഒരു 3-4 ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് തമിഴ്നാട് കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ കയറുന്നത് ആന്ധ്ര. അതിൽ തന്നെ തമിഴ്നാട്ടിൽ തന്നെ പല സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്തു, ഓരോ സ്ഥലങ്ങൾ വെച്ചിട്ട്. നമ്മൾ ആദ്യം ഇവിടുന്ന് പളനി, പിന്നെ കൊടൈക്കനാലിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ മധുര ഇറങ്ങി. മധുരയിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയത് രാമേശ്വരം, ധനുഷ്കോടി. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ഓറോവില്ല. അതൊരു ലോങ് സ്ട്രെച്ച് ആയിരുന്നു നമ്മൾ എടുത്തത്. ഏകദേശം ആ ഒരു ദിവസം മാത്രമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തത്. ലാസ്റ്റ് ദിവസം ഒരു ഏകദേശം 500 ചില്ലാൻ കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ കൂടുതൽ ഹൈവേ ആയിരുന്നു എടുത്തിരുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ചിദംബരം, അമ്പലം ഇതൊക്കെ കണ്ട ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ പിന്നെ നേരെ പോകുന്നത് ആന്ധ്ര കയറി ഹൈദരാബാദിലേക്ക്. ഹൈദരാബാദിൽ നമ്മളൊരു 3 ദിവസം നമ്മൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്ത് അവിടുത്തെ ഫുഡ്, അവിടുത്തെ കൾച്ചർ, കാര്യങ്ങളൊന്നും നല്ല കിടിലം ഫുഡ്. ഞാൻ മട്ടൻ കഴിക്കില്ല. അവിടുന്ന് തുടങ്ങി. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പിന്നെ പോകുന്നത് മഹാരാഷ്ട്ര കയറല്ലേ ഇന്ന്, ഹൈദരാബാദിൽ നിന്ന്. അവിടുന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് നേരെ പിന്നെ രാജസ്ഥാനും ഇതേപോലെ തന്നെ ഗുജറാത്ത് പോയി. ഗുജറാത്തിൽ നിന്ന് പിന്നെ അങ്ങനെ നമ്മൾ ഗുജറാത്തിൽ 3 ദിവസം ഉണ്ടായിരുന്നു. ഗുജറാത്തിലുണ്ടായിരുന്നു.
പിന്നെ രാജസ്ഥാനിൽ നേരെ നമ്മള് പഞ്ചാബ് കയറി. അതിൻ്റെ ഇടയ്ക്ക് ഡൽഹിയിലൊന്നും ഡൽഹിയിൽ സ്റ്റേ എടുത്തു. ഡൽഹിയിൽ സ്റ്റേ എടുത്തു. പിന്നെ അങ്ങനെ ഡൽഹിയിൽ പഞ്ചാബ് അങ്ങനെ കയറി ഹിമാചലിലെത്തി. ഹിമാചലിലെത്തി നമ്മൾ കുറച്ചൊന്ന് അവിടുത്തെ ക്ലൗഡ് ബസ്റ്റിൽ ചില സമയങ്ങളിൽ പേടിച്ച് പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഒന്ന് ഡൗൺ ആകുമ്പോൾ നീ മോട്ടിവേറ്റ് ചെയ്തിട്ടും കാരണം നമുക്ക് കണക്ഷൻ വരെ കിട്ടാത്ത, കറണ്ട് ഇല്ല, നെറ്റ്വർക്ക് ഇല്ല. അപ്പോഴാണ് ഞാൻ സ്പിതി ബുദ്ധനെ കാണണമെന്ന് പറഞ്ഞപ്പോ നിശാലാണ് പറഞ്ഞു വിട്ടത്, എന്നാൽ നിങ്ങൾ സ്പിതിയിലേക്ക് വിട്ടോന്ന്. അതൊരു വർക്ക് ടൈം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതിൽ തന്നെ ആ റോഡും ആളുകളും ഓരോ സ്ഥലത്തില്ല, അത് പറയാതെക്കാൻ പറ്റില്ല. ഓരോ സ്ഥലത്തിലെ ആളുകൾ നമുക്ക് യാത്ര തുടങ്ങുന്നതിൻ്റെ മുന്നേ ഓരോരുത്തരും അഡ്വൈസ് നമ്മൾ പല ആളുകളടുത്തും എടുക്കലുമുണ്ട്. ഏത് ഓരോരുത്തർ ഈ പോയ ആളുകളൊക്കെ എങ്ങനെയായിരുന്നു പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ പല ആളുകളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നെയൊക്കെ. കാരണം റോട്ടിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും, കച്ചറ ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും. പിന്നെ നമ്മൾ പെപ്പർ സ്പ്രേ ഒക്കെ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു. ഓരോ സ്ഥലത്ത് നമ്മൾ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നേവരെയൊക്കെ നമ്മളതൊന്നും വാങ്ങി വെക്കേണ്ട ഒരു ആവശ്യം വരെ വന്നിട്ടില്ല എന്തായാലും. അങ്ങനെ പിന്നെ നമ്മൾ ഹിമാചലിൽ കുറച്ച് ദിവസം ഒന്ന് സ്റ്റക്കായി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട്, എന്നിട്ടും നമ്മൾ സമയമെടുത്തു ഓരോ സ്ഥലത്ത്. പക്ഷെ അധികം അങ്ങോട്ട് ഹൈവേന്ന് വിടാൻ നിന്നില്ല. അത് ഇങ്ങോട്ട് വന്നത് കൂടുതലും നമ്മൾ ഹൈവേ സ്ട്രെച്ച് എടുത്തിട്ടാണ്. അങ്ങനെ ഇപ്പോൾ 65 ദിവസങ്ങൾക്കപ്പുറം ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഇതിന്നില്ല ടേക്ക് അവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പോൾ നമുക്ക് പറയാനില്ലേ? എത്രയോ ഉണ്ട് കഥകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ചെറിയ കാര്യത്തിൻ്റെയും നമ്മളെ പെർസ്പെക്റ്റീവ് ഒക്കെ അതെ കുറെ കാര്യങ്ങളിൽ മാറി. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാഴ്ചകളും കാഴ്ചപ്പാടുകളിലും എൻ്റെ ഇതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് പല കാഴ്ചപ്പാടുകളും ഇതായിരുന്നു ഇതിൻ്റെ എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റി. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അതെ, അങ്ങനെയല്ല, കുറേ ഉത്തരങ്ങൾ കുറേ പണ്ടും ഇതിലൊക്കെ ഉണ്ടായിരുന്ന കുറേ ചോദ്യങ്ങൾക്ക് ഉണ്ടായിരുന്ന പലതിനുള്ള റെമഡികൾ കിട്ടിയെന്നില്ലാണ്. അപ്പോൾ അത് ഓരോരുത്തർക്കും ആര് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിലും യാത്ര ഒരിക്കലും ഒരാൾക്കും എന്താവില്ല, ഒരു നഷ്ടവും വരില്ല. എന്തെങ്കിലുമൊക്കെ യാത്രകളിൽ നിന്ന് അറിവും നേടാം, തിരിച്ചറിവും നേടാമെന്നില്ലാണ്. പിന്നെ സാമ്പത്തികം ഒരു തന്നെയാണ് യാത്രേൻ്റെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. അപ്പം നമുക്ക് സ്പോൺസർ ഉണ്ടായിരുന്നു. അത് കാരണം നമ്മൾ ആ ഒരു ലെവലിലെ യാത്ര, പൈസ അല്ലാതെ യാത്ര ചെയ്യുന്നവരുണ്ട്, ഹിച്ച് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ആയിട്ട് പോകുന്നവരുണ്ട്. പക്ഷെ നമുക്ക് പർപ്പസ്ഫുള്ളി ഉള്ള കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ എല്ലാം ഉണ്ടും കാര്യങ്ങൾ നമ്മളെ വേറൊരു ലെവലിലായിരുന്നു നമ്മളെ യാത്ര ഉണ്ടായിരുന്നത്. ഓരോരുത്തരുടെ യാത്രകളും ഓരോ ലെവലിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് ഓരോരുത്തർക്കും കിട്ടുന്നത് എന്താണെന്നുള്ളത് എന്തായാലും കിട്ടും അത് ഉറപ്പാണ്. അത് ഈ യാത്ര കൊണ്ടല്ല, എത്രയോ യാത്രകൾ കൊണ്ട് മനസ്സിലാക്കിയാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പം ഫൈനലി നമുക്ക് ഇനിയിപ്പോൾ ഇതേപോലെ പോകാനുള്ളവർക്കും ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ യാത്രകളും ഇതേപോലെ മുന്നേ പോയുള്ളവരതൊക്കെ ഓരോ റെഫറൻസാണ്. അപ്പോൾ ആ റെഫറൻസിന് നമ്മളുടെ യാത്രകൾക്കുള്ള റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ വീഡിയോസും അതേപോലെ തന്നെ പിന്നെ ആഫ്റ്റർ വീഡിയോസ് കാര്യങ്ങൾ, ഇതിൻ്റെ നമ്മളെ കോൺവെർസേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലുകളൊക്കെ നമുക്കിപ്പോൾ ഡിസ്കവർ വയനാട്ടിൻ്റെ ചാനലിൽ വരും. പിന്നെ അതേപോലെ തന്നെ മലബാർ മാവറിക്സിൻ്റെ അത് വേറൊരു വേർഷനായിട്ട് അതിലും ഉണ്ടാവും. കൂടാതെ യാത്രകൾ ഇവിടെ നിൽക്കുന്നില്ല, യാത്രകൾ ഇനിയും നമ്മൾ അടുത്ത സ്കീമുകളും കാര്യങ്ങളും ആക്കിയിട്ട് അടുത്ത യാത്രകൾ തുടങ്ങുകയും ചെയ്യുക. അതേപോലെ തന്നെ ബാക്കിയുള്ളവർക്കാണെന്നുണ്ടെങ്കിലും എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്നെ സംബന്ധിച്ച് സ്ട്രേഞ്ചറായിട്ടുള്ള ഒരാളെ കൂട്ടത്തിൽ യാത്ര ചെയ്യാൻ ഞാൻ കുറേ ആയിട്ട് സോളോ പോകണം, വണ്ടി എടുത്തിട്ട് സോളോ പോകണം, അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് സോളോ പോകണമെന്ന് നല്ലോണം ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഇത് നമ്മൾ രണ്ടാളാണെങ്കിലും എനിക്ക് എൻ്റെ സോളോ ട്രിപ്പിൻ്റെ വൈബ് എനിക്ക് എടുക്കാൻ പറ്റി. ഞാൻ ആദ്യം ട്രിപ്പ് തുടങ്ങുന്നതിൻ്റെ മുന്നേ എനിക്ക് അതായിരുന്നു ഞാൻ ഏറ്റവും ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം എനിക്ക് എൻ്റെ ട്രിപ്പും എൻജോയ് ചെയ്യാൻ പറ്റും, അപ്പുറത്തിരിക്കുന്ന ആൾക്ക് അയാളുടെ ട്രിപ്പ് എൻജോയ്. കാരണം സ്ട്രേഞ്ചേഴ്സ് ആയതുകൊണ്ട് അവർ രണ്ടുപേരും സ്പേസ് കൊടുക്കാൻ പറ്റി രണ്ടുപേർക്കും. അതുകൊണ്ടും അതൊരു രസകരമായി പരിപാടി. അതെ. അപ്പം പിന്നെ പറയാനുള്ളത് ഇതാണ്, യാത്രകളെല്ലാവരും ചെയ്യുക, മാക്സിമം യാത്രകൾ ചെയ്യാൻ നോക്കുക. യാത്ര ചെയ്യുമ്പം ഒന്ന് നല്ല ഉദ്ദേശങ്ങളോട് കൂടിയിട്ട് യാത്ര ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ഒത്ത കൂട്ടുകെട്ടുമായിട്ട് യാത്ര ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഒറ്റയാണെന്നുണ്ടെങ്കിലും ഒത്ത കൂട്ടുകെട്ടുമായിട്ട് യാത്ര ചെയ്യാൻ നോക്കുക. അത് തന്നെയാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും 65 ദിവസം കഴിഞ്ഞ് നമ്മൾ യാത്ര ഇവിടെ തൽക്കാലം ഇതിന് വിരാമമായിട്ട് ഇവിടെ എത്തി. ഇനിയിപ്പം നിന്നെ നീ വീട്ടിലേക്ക് കൂടി കൊണ്ടുവിട്ടാലേ നാളെ മുതൽ ഒന്നുകൂടി റെസ്റ്റ് എടുത്ത് മൺഡേ മുതൽ വീണ്ടും ബാക്ക് ടു വർക്ക്. അതന്നെ എൻ്റെ കാര്യം അങ്ങനത്തെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്നാലും അല്ലേ നീങ്ങാം. ഓക്കെ.